നമസ്കാരം സർ, നമസ്കാരം. വരൂ. നമസ്കാരം. 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 അപ്പം ദേവി ചേച്ചി, ചേട്ടാ, പ്രചോദേട്ടാ, ഇതാണ് നമ്മുടെ എന്താ സാറിന്റെ പേരെന്താ? നിയോൺ വെളിച്ചത്താൽ പ്രകാശപൂരിതമായ കൊട്ടാര സാദൃശ്യമയെ അലങ്കരിച്ച ഈ അകത്തളത്തിൽ അമർന്നിരുന്ന ഞെളിവിരി കൊള്ളുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു മന്ദസ്മിതം കൊണ്ട് കൈകൂപ്പി നിൽക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. രസലയകുമാർ. നല്ല പേര് കേട്ടോ, വളരെ വ്യത്യസ്തമായ. എഴുത്തും അച്ചടിയും അച്ചടി മഷിയും പേനയും പുസ്തകവും ഒക്കെ മറന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും ശാസ്ത്രലോകത്തിന്റെയും പുറകെ പോകുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ് രസലയകുമാർ. കൊള്ളാം കൊള്ളാം, ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞു. ഞാൻ എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ പുസ്തകങ്ങളാ സാധാരണ എഴുതാറ്? അതായത് ഞങ്ങള് കുടുംബപരമായിട്ടൊരു അസുഖമുണ്ട്, എഴുത്തിന്റെ. അച്ഛൻ നന്നായിട്ട് എഴുതുമായിരുന്നു, അമ്മ വരയ്ക്കുമായിരുന്നു, ആ വരയിൽ അച്ഛൻ നിൽക്കുമായിരുന്നു. അച്ഛൻ, കൊച്ചച്ഛൻ, അപ്പൂപ്പൻ, മാമൻ എല്ലാവരും ആ വരയിൽ പുറത്ത് ചാടിയൊരു വിവരം അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു അനുജനുണ്ട്, ചുവരെഴുത്താണ്. അതിന്റെ താഴെ ഒരു അനുജനുണ്ട്, അവനൊരു ന്യൂ ജനറേഷൻ എഴുത്തുകാരനാണ്. പുള്ളി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ വന്ദേ ഭാരതിന്റെ ബാത്റൂമിൽ എഴുതിയതിന് അകത്താണ്. വേണ്ടിയിരുന്നില്ല, വളരെയധികം അതൊരു വലിയ വാർത്തയായിരുന്നു അതിനെ പറ്റി. അല്ല, ഈ രസലയകുമാർ എന്ത് തരം പുസ്തകങ്ങളാണ്? അതായത് ഞാൻ അധികം ജീവചരിത്രങ്ങളാണ് എഴുതാറുള്ളത്. എന്റെ അച്ഛനാണ് കുറച്ചുകൂടി ഫേമസ്. അതായത് അച്ഛൻ അതായത് ചെറുപ്പക്കാരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതെ, അച്ഛന്റെ പേര് ബാബു. ഒരുപാട് പുസ്തകങ്ങൾ, കൊച്ചു പുസ്തകമാണ്. കൊച്ചു പുസ്തകം എന്ന് പറയുമ്പോ പേര് സർ അതിന്റെ മെൻഷൻ അല്ല, വലിയ പുസ്തകം എഴുതുമ്പോൾ അച്ഛന്റെ കൈക്കൊരു വിറയൽ വരും. അതുകൊണ്ട് അച്ഛൻ എഴുതിയ വലിയ പുസ്തകത്തെക്കാൾ നല്ലത് കൊച്ചു പുസ്തകം. വായിച്ചിട്ടുണ്ടോ? അച്ഛനെഴുതിയില്ല, അച്ഛൻ ഭയങ്കര നല്ല രസമാണ്. ഒരുപാട് പ്രചോദേട്ടൻ മാത്രം ഒരുപാട് ചെറുപ്പക്കാർ അതുകൊണ്ട് അറിവുകൾ നേടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ പക്രുചേട്ടൻ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അനുഭവം എഴുതിയിട്ടുണ്ട്. പ്രചോദേട്ടൻ എഴുതാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പുസ്തകമല്ല, വലിയ പുസ്തകമാണ്. അപ്പൊ ദേവി ചേച്ചിയെ കുറിച്ച് എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. ചേച്ചിയുടെ അനുവാദം ഉണ്ടെങ്കിൽ അതിന്റെ പേര് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് തെറ്റിയ 36 സ്റ്റെപ്പുകൾ. ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ താങ്കൾ എന്ത് പുസ്തകമാണ്? അതായത് നിങ്ങൾക്കിടയിൽ അത് പറയാനാണ് ഞാൻ വന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, മാലാഖ പോലൊരു പെൺകുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏറെ നമുക്കല്ല കേരളത്തിലുള്ള എല്ലാവർക്കും പ്രിയങ്കരിയായ എലീനയെ കുറിച്ചുള്ള എലീനയുടെ ആത്മകഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ. ഒരു വർഷമായി ഞാൻ എലീനയുടെ പുറകെ നടന്ന് എലീനയെ കണ്ടു പഠിച്ച് റിസർച്ച് ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണ്. പക്ഷെ ഞാൻ ഒരു ചേട്ടനെ ഒരിടത്ത് വെച്ച് കണ്ട പോലെ എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. ഞാൻ അങ്ങനെ വരാറില്ല. ഇത് എഴുതിയപ്പോൾ മാഷിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നല്ല കറുത്ത മുടിയുള്ളവനും കറുത്ത താടിയൊക്കെ ഉള്ള ആളായിരുന്നു. ഞാനിത് കണ്ട് ചില സമയങ്ങളിൽ ഏതാ നല്ലത് ഏതാ ശരിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ വയ്യാതെ ഞാൻ ഭരണിക്കകത്ത് വരെ കയറി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ നര എന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതൊന്ന് പ്രകാശനം. അതെനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്, ഒരു മൊമെന്റ് ആണ്. ചേച്ചി നിങ്ങൾ ജോയിൻ ചെയ്യാവോ? തീർച്ചയായും. എലീന ഒരു ടോപ്പിക് ആകാന്ന് പറഞ്ഞ വലിയ ഈ പുസ്തകം എഴുതുന്നതോടുകൂടി എലീന കേരളക്കരയാകെ ഒരു ടോപ്പിക് ആവും. അപ്പൊ ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് നിൽക്കട്ടെ. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ട് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയാണ്. അതും എന്നെ പറ്റി എഴുതിയിരിക്കുന്നതാണ്. ഒരുപാട് താങ്ക് യു. ഒരു കൈയടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യാക്കോ. എന്റെ അമ്മേ, കണ്ടുപിടുത്തങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഞാൻ ഞങ്ങളിത് റിവീൽ ചെയ്തോട്ടെ. കവറും ഈ ഒരു ബുക്കും കേരളക്കരയിലേക്ക് ഞങ്ങളുടെ കരത്തിലൂടെ സമ്മാനിക്കുകയാണ്. ചേട്ടാ
ഒന്ന് വായിച്ചേ എന്താന്ന് ഇവിടെ കാണത്തില്ല. വായിക്കട്ടെ വായിക്കട്ടെ. എലീനയുടെ 101 മണ്ടത്തരങ്ങള്. മണ്ടല്ല ആ, okay. എലീനയുടെ 101 മണ്ടത്തരങ്ങൾ. നല്ലൊരു മികച്ച പുസ്തകമായിരിക്കും. മിക്കവാറും ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിൽ ഏത് കഥയാണ് ശരിക്കും നമുക്കൊരു മോട്ടിവേഷൻ ആയത്? ഇത് എഴുതാൻ വേണ്ടി മുമ്പോട്ട് പോയ ഏത് കഥയാണ്? അല്ല, ഒരു കഥയെന്നും പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ 101 ഞാൻ കുറച്ചതാ. സത്യം പറഞ്ഞാൽ 10,001 ഉണ്ട്. 5 വർഷം ഞാൻ ഇത് വെച്ച് ജീവിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ പേരിൽ കേസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തെളിവിനായിട്ട് ഞാൻ CD കൂടി കൊടുക്കുന്നു. കാരണം ആ സിഡിന്റെ ഞാൻ ഇപ്പൊ തന്നെ വാക്ക് തരുന്നു. സിഡിയുടെ പബ്ലിഷിങ്ങിന്റെ ഇതിലെ മൊത്തം ഇത് ഞാൻ ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് യുഗ്മമായിട്ട് ഇത് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഈ കൊച്ചിന് മനസ്സിലാകുന്നില്ല. ചമ്മിനാറി ബ്ലീച്ച് ആയതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. പറയണ്ട. ഈ ബുക്കും കൊണ്ട് ഞാൻ അങ്ങ് പോകുന്നു. രക്ഷപ്പെടും.